24 മണിക്കൂറിനുള്ളിൽ സ്റ്റെൻഡ് ഇടുവാണെങ്കിൽ നമുക്കൊരു നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. ശരി ഡോക്ടർ. ഈ ട്രീറ്റ്മെന്റിന് ഒരു 3 to 4 lakhs ചെലവ് വരും. നമ്മുടെ മോളുടെ കല്യാണത്തിന് കരുതി വെച്ച പണമില്ലേ, അത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്വർണം വിൽക്കാമല്ലോ. ഓ, നല്ലൊരു ബന്ധമുണ്ടെന്നേ. നിങ്ങൾ ആരെ പറ്റി ഈ പറയുന്നേന്ന് പറ. എന്റെ പെങ്ങളുടെ മോള് കല്യാണിയില്ലേ? ഓ, അത് ശരിയാ. വലിയ മഹാരാജാവിന്റെ ബന്ധുക്കാരാണല്ലോ. ഈ ബന്ധുത്വം വിട്ടുപോവാതെ നോക്കാൻ. ഡോക്ടർ, ഈ ഓപ്പറേഷൻ വളരെ സക്സസ് ആയിരുന്നു. പേടിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. ഡോക്ടർ. ശരി. സെൽവി, സമാധാനായില്ലേ? അമ്മയുടെ ഓപ്പറേഷൻ നന്നായിട്ട് നടക്കണമെന്നും ആരോഗ്യത്തോടെ തിരിച്ചു വരണമെന്നൊക്കെ ആഗ്രഹിച്ചതല്ലേ? ദൈവത്തോടുള്ള പ്രാർത്ഥനയൊന്നും വെറുതെ ആയില്ല. അമ്മ ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പൊ തിരിച്ചു വന്നില്ലേ? ചെല്ല്, പോയി ദൈവത്തോട് നന്ദി പറയും, കുമ്പിട്ട് പ്രാർത്ഥിക്കും. ഏയ്, എന്താ നീ കാണിക്കുന്നേ? എന്താ ഇത്? നീ എന്തിനാ എന്നെ തൊഴുന്നേ? നിങ്ങൾ എനിക്ക് ദൈവം. സെൽവി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതെ ഏട്ടാ, ആ ദൈവത്തെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ രൂപത്തിൽ എന്റെ കൺമുന്നിൽ നിൽക്കുക. നിങ്ങൾ തന്നെ എന്റെ ദൈവം. നമ്മൾ കല്യാണം കഴിഞ്ഞ മുതല് എന്റെ ഓരോ പ്രശ്നത്തിലും നിങ്ങൾ എന്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ നിന്നില്ലേ? തീർച്ചയായും നിങ്ങൾ തന്നെ എന്റെ ദൈവം. എന്റെ അമ്മ നിങ്ങളുടെ അമ്മായിയമ്മയായിട്ട് കൂടി ആ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി സ്വന്തം അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ നിന്നിട്ടുള്ളത്. സ്വന്തം അമ്മയെ പോലെ തന്നെയാ കണ്ടിട്ടുള്ളതും. ഇന്നിപ്പോ ഒരു മരുമകനെ പോലെ അല്ലാതെ സ്വന്തം മകനെ പോലെ കൂടെ നിന്ന് ആ അമ്മയെ നിങ്ങൾ രക്ഷിച്ചില്ലേ? എന്താ ഇതൊക്കെ? വിട്ടുകളാ. അത് മാത്രമല്ല, നിങ്ങൾ പൂർണ്ണയുടെ കല്യാണത്തിന് വേണ്ടി അരിമണി കൂട്ടുന്നത് പോലെ ചേർത്ത് വെച്ച കാശ്, ആ സമ്പാദ്യം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കാതെ, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാതെ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പോലും ചെലവാക്കാതെ കൂട്ടി കൂട്ടി വച്ചിരിക്കുകയായിരുന്നില്ലേ? പക്ഷെ ഇന്ന് മറുത്തൊന്നും ആലോചിക്കാതെ ആ സമ്പാദ്യം മുഴുവൻ എന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി നിങ്ങൾ ചെലവാക്കിയില്ലേ? ഇത്ര വലിയൊരു മനസ്സ് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാ ഉള്ളത്? എനിക്കും എന്റെ മക്കൾക്കും വലിയ ആഡംബര ജീവിതമൊന്നും വേണ്ട. നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള ഒരാളുടെ കൂടെയുള്ള ജീവിതം കിട്ടിയാൽ മതി എന്റെ മക്കൾക്ക്. അതിൽ കൂടുതൽ ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല. അച്ഛാ, നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് എവിടെയും കാണില്ല. ഞങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഇങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അതിമോഹമായിട്ടാ തോന്നുന്നേ. അതുകൊണ്ടാണ് ഞാൻ കല്യാണം പോലും കഴിക്കില്ലെന്ന് വിചാരിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിച്ചത്. എന്താണെന്നറിയോ, ഇപ്പൊ മുത്തശ്ശിക്ക് വന്ന ഈ അവസ്ഥ നാളെ നിങ്ങൾക്കും വന്നാ നിങ്ങളെ നോക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ മാത്രമേ പാടുള്ളൂ.
മുത്തശ്ശി, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ചേ? ഇപ്പൊ കണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. മുത്തശ്ശിക്ക് എന്ത് പറ്റാനാ? ഒന്നും പറ്റില്ല. നിങ്ങളെല്ലാവരും ഉള്ളപ്പോ പിന്നെ എനിക്ക് എന്ത് സംഭവിക്കാനാടി? എനിക്കൊന്നുമില്ല. പക്ഷെ എന്താന്ന് വെച്ചാ എന്താ അമ്മ, എന്തിനിങ്ങനെ ഒരു കാര്യമില്ലാതെ കരയുന്ന? ഇല്ല മോളെ, സർജറി എന്നൊക്കെ പറഞ്ഞ് ഈ വലിയ ആശുപത്രിയിലൊക്കെ കയറ്റിയിട്ട് ഒത്തിരി കാശ് ചെലവാവില്ലേ? ഇവിടെ കൊടുക്കേണ്ട കാശുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്തോരം കഷ്ടപ്പെടണം മക്കളെ. ആ പണം എവിടെന്നാ കിട്ടിയെന്ന് അറിയോ അമ്മയ്ക്ക്? അമ്മയുടെ മരുമോ? സെൽവി, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, നമുക്ക് പണമൊന്നും ചെലവായില്ല. പൈസയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന സമയത്താ ഗവൺമെന്റിന്റെ ഒരു സ്കീമിനെ കുറിച്ച് അറിഞ്ഞത്. അതുവഴി അമ്മയുടെ സർജറിയൊക്കെ ഫ്രീ ആയിട്ട് നടന്നു. നമുക്ക് അങ്ങനെ വലിയ ചെലവൊന്നും ആയില്ല. സത്യാണോടാ? കാശൊന്നും ചെലവായില്ലേ? ഇല്ല അമ്മേ, പണത്തിനെ പറ്റി ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. 10 പൈസ എനിക്ക് ചെലവായില്ല. അമ്മ സന്തോഷമായിട്ടിരിക്കുക. വീട്ടിൽ നിന്ന് വിളിച്ച ആംബുലൻസിന്റെ കാര്യം ഒഴികെ മറ്റൊരു ചെലവുമായില്ല. ഭാഗ്യത്തിന് എല്ലാം ഗവൺമെന്റിന്റെ സ്കീം വഴി നടന്നു. എന്റെ ദൈവമേ, ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലേ നിങ്ങൾ എന്നെ ഒരു കുറവും വരാതെ ഇങ്ങനെ നോക്കുന്നെ. കാശിന് ഇത്ര ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാനും നിങ്ങളെ കഷ്ടപ്പെടുത്തുവോ? 2 പെൺകുട്ടികളെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ളതാണെന്ന് ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു വേദന. എനിക്കറിയാം നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അമ്മ സന്തോഷമായിട്ടിരിക്കുക. എനിക്ക് എന്തേലും ആയാലോന്നും വിചാരിച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നില്ലേ? സമയത്തിന് കുളിയോ ഭക്ഷണമോ ഒന്നും തന്നെ ഇല്ലല്ലോ മക്കളെ. നിങ്ങൾ പൊക്കോ, പോയി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കും മക്കള്. അമ്മ, നാളെ ഒരു കല്യാണത്തിന് മൈലാഞ്ചി ഇടാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവിടേക്ക് ഞാനും പൂർണിയും ഗീതയും കൂടെ പോണോ അമ്മ? അമ്മയുടെ കൂടെ ഏട്ടൻ ഉണ്ടാവും. ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മ? സെൽവി, ഇപ്പൊ പോയിട്ട് കാര്യമുണ്ടോ? അമ്മയുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? അമ്മയെ വിട്ടിട്ട് പോകുന്നതിന് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവർക്ക് വാക്ക് കൊടുത്തു പോയില്ലേ? ആ പെൺകുട്ടികളുടെ കല്യാണമല്ലേ, അവസാന നിമിഷം വരില്ലെന്ന് പറഞ്ഞാ പാവം അവരൊരുപാട് വിഷമിക്കില്ലേ? നാളെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുതല്ലോ. ഒരു കുറവില്ലാതെ നടക്കണമെന്നല്ലേ നമ്മളും ആഗ്രഹിക്കൂ. അതുകൊണ്ടാ ഞാൻ. അങ്ങനെയല്ല സെൽവി. അച്ഛാ, മുത്തശ്ശിയുടെ കൂടെ അച്ഛനുണ്ടല്ലോ. മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. മുത്തശ്ശി, ഞങ്ങൾ പോയിട്ട് 2 ദിവസം കൊണ്ട് തിരിച്ചു വരാം. അപ്പോഴേക്കും മുത്തശ്ശിയെ എന്തായാലും ഡിസ്ചാർജ് ചെയ്യും. മുത്തശ്ശിക്ക് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, മക്കള് പോയിട്ട് വായോ. ശരി. മുത്തശ്ശി നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞങ്ങളിടയ്ക്ക് ഫോണിൽ വിളിക്കാം. പോയിട്ട് വരാം അമ്മ. സന്തോഷമായിട്ടിരിക്കും. മക്കള് സൂക്ഷിച്ചു പോയിട്ട് വാ. പോയിട്ട് വരാം മുത്തശ്ശി. ശരി. എന്താ സെൽവി, ഈ സമയത്ത് നിങ്ങളെല്ലാരോടും പോയാ അത് അമ്മയ്ക്ക് വലിയ വിഷമാവില്ലേ? പണത്തിന് വേണ്ടി പോവാന്ന് വിചാരിക്കില്ലേ? എന്റെ അമ്മ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല. ഇനിയിപ്പൊ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നമ്മുടെ അവസ്ഥ അറിയാവുന്നതല്ലേ? മക്കളുടെ കല്യാണത്തിന് വേണ്ടി ചേർത്ത് വെച്ച പണമെല്ലാം ഇപ്പൊ ഓപ്പറേഷന് വേണ്ടി ചെലവാക്കിയില്ലേ? ഇനി നമ്മുടെ മക്കളുടെ കല്യാണം നടത്താൻ വേണ്ടി നമ്മുടെ കയ്യിൽ യാതൊന്നുമില്ല. ആദ്യമേ ഓരോന്നായി സ്വരുക്കൂട്ടണം. കിട്ടുന്നതെല്ലാം ചേർത്ത് വെക്കണം. എത്ര നാളാ നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുക? ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളും എന്തെങ്കിലും ചെയ്യണ്ടേ? സോറി സെൽവി,
എന്തിനാ സോറി? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളോട് നന്ദി പറഞ്ഞാൽ പോലും അതൊരിക്കലും മതിയാവില്ല. നമ്മുടെ മക്കളുടെ കല്യാണത്തിന് അവര് തന്നെ ജോലിയെടുത്ത് സമ്പാദിക്കേണ്ട അവസ്ഥ വന്നില്ലേ ഇപ്പൊ? അപ്പൊ ഞാനെന്താ അച്ഛനാ? അച്ഛാ, ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾ ആദ്യം എന്റെ കല്യാണത്തിന്റെ കാര്യം വിട്ടേക്ക്. എന്റെ കല്യാണം, ഈ പണം, ഇതൊന്നും എനിക്ക് വേണ്ട. ഇപ്പോ എന്റെ കല്യാണം ധൃതി പിടിച്ചൊന്നും നടത്തണ്ട. ആദ്യം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ. ദയവേത് എന്റെ കല്യാണത്തെ പറ്റി നിങ്ങൾ ഇനി പറയരുത്. വാ അമ്മ, വീട്ടിൽ ചെന്നിട്ട് ഇറങ്ങാൻ നോക്കാം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞങ്ങൾ പോയിട്ട് വരാം. അമ്മയെ ശ്രദ്ധിക്കണേ. ശരി. വാ. പൂർണിയുടെ കല്യാണത്തിന് ഇതിനേക്കാ വലിയ കോലം ഇടണം നമുക്ക്. കോലിടുന്ന കാര്യമൊക്കെ അമ്മ വിട്ടേക്ക്. വെറുതെ സ്വപ്നമൊന്നും കാണണ്ട. കോലം ഇടുന്നതിനെ പറ്റി പറയുമ്പോ സ്വപ്നം കാണണ്ടാന്നോ? നിന്റെ കല്യാണത്തിന് ഇതിനേക്കാ വലിയ കോലം എന്നെ കൊണ്ട് ഇടാൻ പറ്റില്ലെന്നാ? ഇതുവരെ ഒരുപാട് കോലങ്ങൾ ഇട്ടിട്ടുണ്ട് ഞാൻ. അമ്മ മതി, നിർത്ത്. അമ്മ പോയി ജോലി നോക്ക്. കല്യാണത്തെ പറ്റിയൊന്നും പറയണ്ട. കല്യാണ വീട്ടിലെ കല്യാണത്തെ കുറിച്ചല്ലാതെ വേറെ എന്ത് കാര്യം പറയാനാ? അമ്മയോട് സ്വപ്നം കാണരുതെന്ന് പറഞ്ഞാലും വീട്ടിലെ എല്ലാവരുടെയും സ്വപ്നം നിന്റെ കല്യാണ. അത് ഓർമ്മയിൽ വെച്ചോ. അതങ്ങനെ ഒരു സ്വപ്നമായിട്ട് തന്നെ ഇരിക്കും. നടക്കാനൊന്നും പോകുന്നില്ല. നീ അത് വിട്. എന്തിനാടി സ്വപ്നം കാണുന്നു പറയുന്നേ? വേണ്ടാത്തത് പറഞ്ഞ അടിച്ച് ശരിയാക്കും ഞാൻ. അമ്മ, ഇവളെ അടിച്ചു ശരിയൊക്കെ പിന്നെ ഇവളെ കാണാൻ കൊള്ളില്ല. കല്യാണം നടക്കേയില്ല. നിങ്ങളുടെ ഈ കോമഡിയൊക്കെ ഒന്ന് നിർത്തുവോ? ഇപ്പൊ നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസയൊന്നും ഇല്ല. അത് മനസ്സിൽ വെച്ചിട്ടെങ്കിലും ഈ കല്യാണത്തിന്റെ മോഹമൊക്കെ ഒന്ന് വിട്ടേക്ക്. ആദ്യം കല്യാണം ഫിക്സ് ആവട്ടെ. കടോ മറ്റോ വാങ്ങി കല്യാണം ഗ്രാൻഡ് ആയി ചെയ്യാം. ദൈവമേ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ടോർച്ചർ ചെയ്യുകയാണല്ലോ. നിങ്ങൾ ജോലി ചെയ്യാൻ നോക്ക്. സെൽവി ചേച്ചി, ഒന്ന് എന്റെ കൂടെ വരാമോ? കല്യാണ പെണ്ണിന് എല്ലാവരും മഞ്ഞൾ ഇട്ട് കൊടുക്കുക. ചേച്ചിയും കൂടി ഒന്ന് വരാമോ? ആ, നിങ്ങൾ ചെല്ല്, ഞാൻ ദാ വരുന്നു. നിങ്ങൾ ഈ കോലം ഇട്, ഞാൻ ദാ ഇപ്പൊ വരാം. ആ, സ്വന്തം കാറിൽ ഡീസൽ അടിച്ചിട്ട് വന്ന പോലെയാ ഫാമിലി ആയിട്ട് എല്ലാവരും AC ഇട്ട് കിടന്ന് ഉറങ്ങുന്നേ. എന്ത് കച്ചറ ഫാമിലി ഇത്. ഈ കിളവിയാണെങ്കിൽ വണ്ടിയുടെ സൈലൻസർ എടുത്ത് മാറ്റി വെച്ച പോലെ കൂർക്കം വലിക്കണേ. എന്തൊരവസ്ഥ ഇത്. ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരരുത്. എന്ത് നേരത്താണോ ദൈവമേ ഇവരുടെ ഇന്ന് കാശ് കടം വാങ്ങാൻ തോന്നിയത്. ഇപ്പൊ ഈ എല്ലാത്തിനെയും സഹിക്കേണ്ട ഗതികടാ എനിക്ക് വന്നിരിക്കുന്നത്. ചേച്ചി എഴുന്നേക്ക്, ചേച്ചി എഴുന്നേക്കാൻ. കല്യാണത്തിന് വന്നിട്ട് ഇറങ്ങണില്ലേ വണ്ടിന്ന്? നമ്മൾ ഇത്ര പെട്ടെന്ന് എത്തിയോ സാരഥി? ഞങ്ങളെല്ലാവരും ഉറങ്ങാണല്ലോ എന്ന് കരുതി വണ്ടി സ്പീഡിലെടുത്ത് ഞങ്ങളെ കൊല്ലാൻ നോക്കുവായിരുന്നല്ലേ? ആ ഐഡിയ എന്റെ മനസ്സിൽ വന്നില്ല. അപ്പൊ ഐഡിയ വന്നാ ഞങ്ങളെയൊക്കെ കൊല്ലുമായിരുന്ന? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. എന്റെ വീട്ടിലും ഭാര്യ മക്കളൊക്കെ ഉണ്ട്. ഒന്ന് ഇറങ്ങാൻ നോക്ക്. എന്റെ വയറ് ഇപ്പൊ കാലിയായി, വണ്ടിയുടെ ഡീസൽ ടാങ്കും കാലിയായി. ഏയ് സാരഥി, വന്ന് വന്ന് നിന്റെ സംസാരം കൂടുന്നുണ്ടേ. ആദ്യം നീ നിന്റെ കടം തിന്ന് തീർക്കാൻ നോക്ക്, എന്നിട്ട് ആലോചിക്കാൻ വീട്ടിൽ പോണത്. അയ്യോ, അതൊന്നും വേണ്ട ചേച്ചി. നിങ്ങൾ ഇനിയും കണക്ക് നോക്കിയാലേ ഈ വണ്ടിയും കൂടി നിങ്ങൾക്ക് എഴുതി തരേണ്ടി വരും. കനകരത്നം, ഈ കല്യാണ വീട്ടുകാർ നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത് കൊണ്ടാ നിനക്ക് അവര് ക്ഷണപത്രം തന്നെ. കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരും വരണമെന്ന് പറഞ്ഞത് അവർക്ക് തെറ്റായി തോന്നുവോ?
നമ്മൾ ഇത്രയും പേര് ഒരുങ്ങിക്കെട്ടി ഈ 10-70 കിലോമീറ്റർ കൊണ്ട് വരണമായിരുന്നോ? ആഹാ, ഞാൻ അങ്ങനെ വെറുതെ ഇത്ര ദൂരം വരുമോ? ഈ നാട്ടിലെ നമുക്ക് കാശ് തന്നു തീർക്കാനുള്ള കുറെ പേരുണ്ട്. കാശ് വാങ്ങാൻ വേണ്ടി മാത്രം കാർ എടുത്തോണ്ട് വരാൻ പറ്റുമോ? മാത്രമല്ല, ഈ തമിഴന്മാർക്ക് അഹങ്കാരം കൂടുതലാ. സാധാരണ നമ്മുടെ നാട്ടില് കല്യാണം കഴിഞ്ഞു പോകുമ്പോ പോണവരുടെ കയ്യിൽ കുറച്ച് തേങ്ങയോ പഴോ അങ്ങനെ എന്തേലും വെച്ച് കൊടുക്കാറില്ലേ? ഇവരങ്ങനെയൊന്നുമല്ല. അഹങ്കാരം തലേമൂത്ത് വെറ്റിലയും പാക്കും കൊടുക്കും. നമുക്ക് പോകുമ്പോ ഓരോരുത്തർക്കും ഓരോന്ന് വാങ്ങണം. സാരഥിനെയും കൂടി കൂട്ടിയാ നമുക്ക് 6 എണ്ണം കിട്ടും. 6 എണ്ണം അല്ല മോളെ, 16 എണ്ണം കിട്ടും. എന്റെ അമ്മോ, അപ്പൊ 10 എണ്ണം അടിച്ചു മാറ്റാനാ ഉദ്ദേശം. കൊള്ളാം. എന്നാ ശരി, വാ നമുക്ക് പോവാം. ആ? എടാ ബാലാജി, നീ എന്തിനോട് ഒളിച്ചു നിൽക്കുന്നത്? നീ എന്തിനാണോ ഒളിച്ചു നിൽക്കുന്ന അതേ കാരണം കൊണ്ട് തന്നെയാ ഞാൻ. അതേടാ, നമ്മളങ്ങനെ കനകരത്നത്തിന്റെ മക്കളാണെന്ന് അവൾ അറിഞ്ഞ ഉറപ്പായിട്ടും അവർ നമ്മളെ ഇഷ്ടപ്പെടില്ല ബാലാജി. നമ്മുടെ മുഖത്ത് പോലും നോക്കില്ല. അത് ശരിയാടാ ഗോവിന്ദ, നമ്മളോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ ഈ അമ്മയുടെ മരുമകളാവാൻ ആരും തയ്യാറാവില്ല. എടാ, അതുകൊണ്ട് നീ ഇവിടെ മിണ്ടാതിരിക്കേ. അമ്മ അകത്തേക്ക് പോയതിനു ശേഷം നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഓക്കെ ഓക്കെ. എടാ ബാലാജി, നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത് വരെ നമുക്കും നമ്മുടെ ഫാമിലിക്കിടയിൽ ഒരു ബന്ധമില്ലാത്ത പോലെ നിൽക്കണം. അതിന് പ്രത്യേകം പറയണോ? എന്താടി സാമ്പാറേ, ഞാൻ എവിടെയൊക്കെ പോയാലും നീ അവിടെ ഉണ്ടല്ലോ. ഞാനല്ല വരുന്നത്, എന്റെ മുന്നിലേക്ക് നിങ്ങളാണ് എപ്പോഴും വരുന്നത്. നീ എന്റെ കൺമുമ്പിൽ വന്ന് പെടരുത്, അത് നിനക്ക് നല്ലതിനല്ല. എന്റെ കൺമുമ്പിലേക്ക് വരുന്ന നിങ്ങളാ. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാൻ നോക്ക്. ഏയ് കനകം, നീ എന്തിനാ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ? അതെ അതെ, ആദ്യമേ തന്നെ ഇവള് നിന്റെ 2000 രൂപ വാങ്ങിച്ചല്ലേ. അതിനുശേഷം എന്താ ഉണ്ടായെന്ന് അറിയാലോ നിനക്ക്. ഇവളോട് സംസാരിക്കുന്ന എന്തിനാ? നമുക്ക് പോവാൻ മോളെ. ഒന്നും ഞാൻ മറക്കാൻ പോടില്ല. നന്നായി തന്നെ ഓർമ്മയിൽ വെച്ചോ. ഏയ് പൂർണി, ഇവിടെ അർജന്റ് ആയിട്ട് കള്ളന്മാരെ സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കാൻ പറയും. അമ്മേ, അമ്മ ഇവിടെ വളരെ ഫേമസ് ആണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിയും കണ്ടും നീ നോക്കിയാ മതി. ആരാ അവര്? അത് തന്നെ ചേച്ചി, സൂപ്പർ മാർക്കറ്റിലെ. നമസ്കാരം. നമസ്കാരം.
കൈ കാണിക്ക. ഇത്ര എന്തിനാ? നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്കും തിന്നാനുള്ളതാ. വേഗം വരാൻ നോക്ക്.